അല്ലേ? മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചികിത്സ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല ചികിത്സകളുടെയും മുകളിൽ പലരും സംസാരിക്കാറുണ്ട്. മതസംഘടനകളുണ്ട്, സംഘടനാ മതങ്ങളുണ്ട്. അതായത് ഒരു മതത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ സംഘടനകൾ പിന്നീട് ആ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഘടനാ മതക്കാരായി പല ആശയക്കാരും മാറിപ്പോയത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ചികിത്സാ രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും അലോപ്പതിയാണ്. അലോപ്പതിയുടെ പല കാര്യങ്ങളെയും അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കോവിഡ് സമയത്ത് കണ്ടത്. കോവിഡിന് അലോപ്പതി ചികിത്സ പറയുന്ന കുറെ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. തികച്ചും അശാസ്ത്രീയമായ പല കാര്യങ്ങളും. അശാസ്ത്രീയം എന്ന് പറയാൻ കാര്യം, ചോദ്യം ചെയ്താൽ ഉത്തരം കിട്ടൂല, ഇതാണ് അശാസ്ത്രീയം. ചോദ്യം ചെയ്യുന്നതിന് ഭയപ്പെടുന്നു, ഇതാണ് അശാസ്ത്രീയം. ആ ക്വാറന്റൈൻ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ആ ഒറ്റപ്പെട്ടിരിക്കുന്ന ക്വാറന്റൈൻ സിസ്റ്റം. ഈ കോവിഡ് എന്താണ് എന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ ആളുകൾക്കും തിരിഞ്ഞിട്ടുണ്ടാവും. അന്ന് സമയത്ത് അന്ധമായി മുകളിൽ നിന്ന് ആരോ പറഞ്ഞ ഒരു നറേറ്റീവ്, അതിനെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് കോവിഡ് എന്ന തരത്തിലൊരു നാടകം എന്ന് പലപ്പോഴും പറയേണ്ടി വരും. അതിനെ ജനങ്ങളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മതത്തെ കൂട്ടുപിടിച്ചു. മതത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട ഹദീസുകളെ പലപ്പോഴും ഇതിലേക്ക് വേണ്ടി ദുർവ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ പറയും, ഏത് ചികിത്സയാണ് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതുപോലെ തന്നെ വാക്സിൻ എന്നുള്ളത് ഒരു അലോപ്പതി പ്രോട്ടോകോൾ മാത്രമാണ്. ഒരു അലോപ്പതി, ധാരാളം ചികിത്സകളിൽ ഉള്ളതിലൊരു ചികിത്സ മാത്രമാണ് അലോപ്പതി. അലോപ്പതിയുടെ ഒരു വിഷയം പലപ്പോഴും നമുക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളില്ല. സംശയങ്ങൾ ചോദിച്ചാൽ പലതിനും വ്യക്തത കിട്ടുന്നില്ല. ഈ ഓരോ സാധനങ്ങളും, ഉദാഹരണത്തിന് വാക്സിനേഷൻ വരുമ്പോൾ ഡോക്ടർ അബ്ദുല്ല ബാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ എഴുത്താണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്കിത് സംസാരിക്കണം, ചർച്ചയ്ക്ക് ഇടണം എന്ന് തോന്നിയത്. സംഘടനാ മതക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതൊന്നും എടുത്ത് നിങ്ങൾ ചർച്ച ചെയ്തോ. ഡോക്ടർ അബ്ദുല്ല ബാസിൽ ഏത് സംഘടനയിലുള്ള ആളാണെന്ന് കേരളത്തിൽ അറിയാത്ത ആരും ഉണ്ടാവൂല. ഈ സംഘടനാ മതക്കാരാണ് പലപ്പോഴും അവരുടെ പല സ്പൂഫ് പരിപാടികളിലും വെച്ചിട്ട് ഈ ബദൽ ചികിത്സകളെയൊക്കെ അടിച്ചമർത്തി ഈ അലോപ്പതി ആശുപത്രികൾ മുസ്ലിം നാമധാരികൾ ധാരാളമായി നടത്തുന്നത് കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ഇസ്ലാമിനുണ്ടോ, മുസ്ലിമീങ്ങൾക്കുണ്ടോ, സംഘടനാ മതക്കാർക്കുണ്ടോ? അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഒരു പെടാപ്പാട് എന്തിനായി പെടുന്നത്? അവരൊരു നല്ല ചികിത്സയാണെങ്കിൽ, അലോപ്പതി നല്ല ചികിത്സയാണെങ്കിൽ അതിലേക്ക് ആളുകൾ വരൂലേ? അലോപ്പതിയിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മറ്റ് ചികിത്സ തേടി ആളുകൾ പൊയ്ക്കോളും. ആ അലോപ്പതിയെ ഇസ്ലാമുമായിട്ട് കൂട്ടിക്കെട്ടാനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ നിന്ന് സംഘടനാ മതക്കാർ പിന്മാറണം എന്നൊരു അഭിപ്രായം പറയാണ്. എന്നിട്ട് ആ ഒരു ചീത്തപ്പേര്, അതായത് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ള ചീത്തപ്പേര് മറ്റ് ചികിത്സകളുടെ മുകളിൽ വെക്കാനുള്ള ശ്രമം എന്തിനാണ് നടത്തുന്നത്? നിങ്ങൾ ഒരു ഭാഗത്ത് കൃത്യമായി അത് ചെയ്യുന്നവരെ അഡ്രസ് ചെയ്യുന്നില്ല, മറിച്ച് അത്തരം ആളുകൾ, ഇപ്പോൾ ഞാൻ തൊപ്പിയും താടിയും വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കാം. വേറൊരു വിഷയം, ഞാനിപ്പം ഇത് വായിച്ച് കേൾപ്പിക്കാം. വാക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് രോഗം വന്നാൽ ചികിത്സിക്കണം, രോഗം വരാതെ നോക്കണം എന്നാണ്. മനസ്സിലായില്ലേ? വാക്സിന് വിഷയം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കൂട്ടുപിടിക്കേണ്ടത് എന്താണ്? ഇസ്ലാമിന്റെ രോഗം വരാതെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഹദീസിന്റെ ആശയം. ഇതും വാക്സിനുമായിട്ട് യഥാർത്ഥത്തിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലെ? ഇപ്പൊ സ്വഹാബാക്കളുടെ ജീവിതം നോക്കിയാൽ അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു, സംശയമുള്ളത് അവർ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മരിച്ചാലും കുഴപ്പമില്ല, അവര് ഹറാമിലേക്ക്, തെറ്റിലേക്ക്, അശുദ്ധിയിലേക്ക് അടുക്കുന്നതിൽ നിന്നും അവർ ഭയന്നിരുന്നതായിട്ട് നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. മദ്യം കൊണ്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി, ഇനി സ്വഹീഹാണോ ലയീഫാണോ എന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തു, അത് വേറെ കാര്യം. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. മതത്തെ കൂട്ടുപിടിച്ചു എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മതത്തെ കൂട്ടുപിടിച്ച ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾക്കൊരു ചർച്ചയില്ല. അതാണ് വിഷയം. അപ്പോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യം അത് രോഗമാണ് എന്ന തരത്തിൽ മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്നത്തെ എഴുത്തിൽ നോക്കുമ്പോൾ ചില മുസ്ലിം പണ്ഡിത വേഷധാരികളിൽപ്പെട്ട ആളുകൾ അലോപ്പതിക്ക് വേണ്ടിയിട്ട്, അതായത് അനസ്തേഷ്യ ലഹരിയാണല്ലോ, അപ്പം അതൊക്കെ ഉപയോഗിക്കാം എന്ന് പിൽക്കാലത്ത് ഈ അടുത്ത സമയത്ത് അലോപ്പതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് സഹവസിച്ച് ഇതല്ലാത്ത ചികിത്സകളെ കുറിച്ച് അറിയാത്ത ആളുകൾ ഒരുപക്ഷെ അവരുടെ ഒരു അഭിപ്രായം പറയുന്നതിനെ ഇസ്ലാമിന്റെ ആധികാരിക കാര്യമായിട്ട് എടുത്തുകൊണ്ട് ഇത് നിർബന്ധമായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. വാക്സിനേഷൻ എന്ന് പറയുന്ന അലോപ്പതിയുടെ ഒരു പ്രോട്ടോകോളാണ്, അറിയാമല്ലോ. ഇപ്പൊ കോവിഡ് വാക്സിൻ അത് ഈ ഇസ്ലാമിന്റെ ഈ അധ്യാപനം വെച്ചിട്ട് ജനങ്ങളെ അടിച്ചേൽപ്പിച്ച് എത്ര പേരുണ്ട്, എത്ര അലോപ്പതിക്കാരായ മുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ അവര് ശരിക്കും എന്തായിരുന്നു അവർ പറയേണ്ടത്? ഇത് അലോപ്പതിയുടെ ഒരു ചികിത്സയാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുമായിട്ട് അടിച്ചേൽപ്പിച്ച് ഈ ജനങ്ങളെല്ലാം കുത്തിക്കഴിഞ്ഞപ്പോ ഇപ്പൊ എന്തായി? ഉടനെ അടുത്ത ഒരു നറേറ്റീവുമായിട്ട് വരാണ്, പരിചയസമ്പന്നരായ ചികിത്സകർക്ക് കയ്യബദ്ധം സംഭവിച്ചാലും കുഴപ്പമില്ല, അവരെ സേഫാക്കി നിങ്ങൾ കൊടുക്ക്. ഇസ്ലാം പറയുന്ന ചികിത്സകൻ എന്ന് പറഞ്ഞാൽ അലോപ്പതി ചികിത്സകനാണോ, ആയുർവേദ ചികിത്സകനാണോ, ഹോമിയോ ചികിത്സകനാണോ? ഇസ്ലാമിന്റെ പഴയ പ്രാമാണിക പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അടിത്തറകൾ ഇവർ പാലിക്കുന്നുണ്ടോ? അങ്ങനെ പാലിക്കാത്ത ഒരാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇസ്ലാമിലെ ഒരു ചികിത്സകൻ എങ്ങനെയാണ് നിങ്ങൾ മുദ്രകുത്തുക? എങ്ങനെയാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കുക? സ്വാഭാവികമായിട്ടും മുസ്ലിം നാമധാരികളുടെ അല്ലെങ്കിൽ മുസ്ലിം ആളുകളുടെയാണ് ധാരാളമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇന്ന് കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഒരുപാട് സംഭാവനകൾ മതവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്ക് ഒരുപക്ഷെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ വലിയ സംഭവമായിട്ട് എടുത്തുകൊണ്ട് ദയവായി അവർക്ക് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് കോർണറിൽ മതത്തെ ദുർവ്യാഖ്യാനിച്ച് കൊടുത്തുകൊണ്ട് സ്വസ്ഥമായ മറ്റാളുകളുടെ മേല് അവർ ചെയ്യുന്ന കുറ്റങ്ങളുടെ ആ അപരാധം അടിച്ചേൽപ്പിക്കരുത്. ഇനി മറ്റൊരു വിഷയമാണ് ക്വാറന്റൈൻ. പകർച്ചവ്യാധികളുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, നിങ്ങൾക്ക് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അതില്ലാത്ത ആളുകളിലേക്ക് പോകാൻ പാടില്ല എന്നടക്കമുള്ള മുൻകരുതലുകളെ കുറിച്ച് പ്രവാചക വചനങ്ങൾ ഹദീസുകളും കാണാൻ സാധിക്കും. ഇതാണോ അലോപ്പതി നടപ്പാക്കിയ ക്വാറന്റൈൻ? അലോപ്പതി നടപ്പാക്കിയ അശാസ്ത്രീയ ക്വാറന്റൈന് ഇസ്ലാമിക അധ്യാപനത്തിലുള്ള ഒരു പ്രവിശ്യയിൽ നിന്നും മറ്റൊരു പ്രവിശ്യയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ മറ്റൊരു സിസ്റ്റം, ആ സിസ്റ്റത്തെ ഈ അലോപ്പതി ക്വാറന്റൈനുമായിട്ട് കൂട്ടിക്കെട്ടാൻ കാണിച്ചൊരു വ്യഗ്രത അലോപ്പതിക്കാരുടേത് ഈ സംഘടനാ മതക്കാര് കണ്ടില്ലേ, ഈ ഡിസ്കഷൻകാര് കണ്ടില്ലേ? അതായത് ഒരു പ്രവിശ്യയിൽ നിന്ന്, ആ പ്രവിശ്യയിലുള്ളവർക്ക് പള്ളിയിൽ പോകുന്നതിനോ നിസ്കരിക്കുന്നതിനോ അവിടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതിനോ ഒരു തടസ്സവും മതപണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഒരു പ്രവിശ്യയിലുള്ള ആളുകൾക്ക് അവിടെ പരസ്പരം ജീവിക്കുന്നതിനും അവർ തമ്മിൽ സംബന്ധിക്കുന്നതിനും കുഴപ്പമില്ലാത്തൊരു സിസ്റ്റമാണ് ഇസ്ലാമിൽ ഉള്ളത് എങ്കിൽ ഇന്നിവിടെ കാണിച്ച് ഒറ്റപ്പെടുത്തിക്കൊണ്ട് അത്രയും നേരം ഒന്നിച്ചിരുന്ന ഭാര്യയും ഭർത്താവും ഒരു റിസൾട്ട് വന്നപ്പോൾ രണ്ടാകുകയാണ്. ഈ റിസൾട്ടിന്റെ തമാശ എന്താ? ഒരിടത്ത് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ്, അടുത്തടുത്ത് നെഗറ്റീവ്, ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു പോക്ക്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇസ്ലാമിക അധ്യാപനങ്ങളെ മുസ്ലിം അലോപ്പതി ഡോക്ടർമാര് ദുർവ്യാഖ്യാനിച്ചപ്പോൾ ഇല്ലായിരുന്നല്ലോ ഈ ഒരു വിഷമം. അപ്പോൾ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, തെറ്റുകൾ തിരുത്താൻ എല്ലാ മനുഷ്യരും തയ്യാറാവും. പക്ഷെ കൂടുതൽ സാമ്പത്തിക ലാഭം വരുന്ന ഒരു മേഖലയിലാവുമ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, പൈസ അല്ല വലുത്, ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകും, ശുദ്ധമായ വരുമാനമാണ് വേണ്ടത്. അതുകൊണ്ട് അലോപ്പതി ഇസ്ലാമിലേക്ക് ചേർത്ത് പ്രചരിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരോട് നിങ്ങൾ ആദ്യം ആവശ്യപ്പെടുക. കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള വിഷയങ്ങളാണ് ഇസ്ലാമുമായി കൂട്ടിക്കലർത്തി എത്രത്തോളം പണ്ഡിതന്മാരുടെ ഇടയിൽ ചിലർ പോലും അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ അലോപ്പതിയാണ് ഇസ്ലാമിന്റെ ആധികാരികം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പോലും വന്നിട്ടുണ്ട്. ഇപ്പോ ആനുകാലിക വിഷയങ്ങൾ പുതിയൊരു വീഡിയോയിൽ ഇൻഷാല്ലാഹ് ചർച്ച ചെയ്യാം. തൽക്കാലം ഈ ചർച്ച ഇവിടെ നിന്ന് തിരികൊളുത്തി ഇടുകയാണ്. കാരണം പറയണ്ടെന്ന് വിചാരിച്ച് ഇത്രയാത്തി. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ വ്യക്തികളുടെ വീഡിയോകളൊക്കെ ഉണ്ട്, ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അലോപ്പതിയിലേക്ക് ചേർക്കാൻ ശ്രമിച്ച വീഡിയോകളുണ്ട്. അപ്പോൾ വ്യക്തിഹത്യയായി പോകുന്ന കരുതിയിട്ടും പല പണ്ഡിതന്മാരും ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ആയതുകൊണ്ടും നമ്മൾ തൽക്കാലം വിട്ടതാണ്. പക്ഷെ ഇത് നാട്ടിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത്തരം ചർച്ചകൾ പോകുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. നമ്മുടെ നിയന്ത്രണം പടച്ചവന്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ ഭൂമിയിൽ നടക്കുള്ളൂ, അത് ഉറപ്പാണ്.
അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാൻ അൽഹംദുലില്ലാ ഒരു മടിയും അൽഹംദുലില്ലാ ഇപ്പം ഇല്ല. പടച്ചോനെ നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സത്യത്തിൽ ഉറച്ചു നിൽക്കാനും നന്മയിലായി മുമ്പോട്ട് പോകാനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പടച്ചോനെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതവും മരണവും എല്ലാം സന്തോഷത്തിലും നന്മയിലും ഒക്കെ ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.